നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസിന്റെ മിന്നും പ്രകടനം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ യൂറോപ്പ ലീഗിന്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ റയൽ സോസിഡാഡിനെ 4-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അഗ്രിഗേറ്റ് 5-2 വിജയവുമായി അവരിതാ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ കൂടാതെ ഡിയേഗോ ഡാലോട്ടാണ് യുണൈറ്റഡിന്റെ ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ഒയർസബാളാണ് റയൽ സോസിഡാഡിനായിട്ട് ഗോൾ നേടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റത്തിൽ ഹോയ്ലൻഡ്, സിർക്സി, ഗർനാച്ചോ എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് കോച്ച് റൂബൻ അമോറിം തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഒയർസബാൽ റയൽ സോസിഡാഡിനെ മുന്നിലെത്തിച്ചതാണ്. പക്ഷേ പിന്നീട് ബ്രൂണോ ഫെർണാണ്ടസ് കാര്യങ്ങൾ ഏറ്റെടുത്തു. 16ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒപ്പം എത്തിച്ചു. തുടർന്ന് 50ാമത്തെ മിനിറ്റിൽ അടുത്ത പെനാൽറ്റി കൂടി ഗോളാക്കി മാറ്റി അദ്ദേഹം ടീമിന് ലീഡ് നേടിക്കൊടുത്തു. 87ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി. കളിയുടെ അവസാനത്തിൽ ഡാലോട്ട് കൂടി ഗോളടിച്ചപ്പോൾ 4-1 വിജയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രകടനത്തോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് 2020 ഒക്ടോബറിന് ശേഷം ഹാട്രിക് നേടുന്ന ആദ്യ താരമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് മാറുന്നു. അതായത് ബ്രൂണോ ഫെർണാണ്ടസിന് മുമ്പ് യുവേഫ കോമ്പറ്റീഷനിൽ, ഹാട്രിക് എന്ന് പറയുമ്പോൾ യുവേഫ കോമ്പറ്റീഷനിലെ കണക്കാണ് നമ്മൾ പറയുന്നത്. യുവേഫ കോമ്പറ്റീഷനിൽ ഇതിനു മുമ്പ് ഒരു യുണൈറ്റഡ് താരം ഗോളടിച്ചത് മാർക്കസ് റാഷ്ഫോർഡ് ആയിരുന്നു. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ RB ലീപ്സിഗിനെതിരെ ഒക്ടോബർ 2020 അതിനുശേഷം യുവേഫ കോമ്പറ്റീഷനിൽ ഇതാ അടുത്ത ഹാട്രിക് വരാൻ ഏതാണ്ട് 5 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു എന്നർത്ഥം. അത് ബ്രൂണോ ഫെർണാണ്ടസ് നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സീസണിൽ യുവേഫ യൂറോപ്പ ലീഗിൽ ഹാട്രിക് നേടുന്ന ഫസ്റ്റ് പ്ലെയറായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട്. എന്നാലും ഇന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. 87 ടച്ചുകൾ, 3 ഗോളുകൾ, 6 ഷോട്ടുകൾ തീർത്തതിൽ 4 മോൺ ടാർഗറ്റ്, 4 കീ പാസുകൾ, 60 പാസുകളിൽ 48 ആക്യുറേറ്റ്, 8 ഡ്യുവൽസിൽ 6 വിൻ ചെയ്തു, 3 ടാക്കിളുകൾ. ഒരു തവണ പോലും അദ്ദേഹത്തെ ഡ്രിബിൾ പാസ് ചെയ്യാൻ എതിരാളികൾക്ക് കഴിഞ്ഞതുമില്ല. sofascore.com എന്നതിൽ അദ്ദേഹത്തിന് കൊടുത്ത റേറ്റിംഗ് 10-ൽ 10 ആയിരുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വിജയിക്കേണ്ട ക്ലബ്ബാണ്, എബൌട്ട് വിന്നിങ്. ഞങ്ങൾക്ക് മത്സരങ്ങൾ വിജയിച്ചേ പറ്റൂ. ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, പക്ഷെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. വിത്ത് റൈറ്റ് മെൻറ്റാലിറ്റി നമുക്ക് വിജയങ്ങൾ കൊയ്തെടുക്കാം എന്നുകൂടി ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.